ഗായത്രി ഉപാസന ഹോമയജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞായർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൂര്യൻ എന്നാണ്. അപ്പോൾ ആ ദിവസമാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ദിവസം, സൂര്യോപാസനയുടെ ഏറ്റവും വിശേഷ ദിവസമാണ് ഞായറാഴ്ച. എല്ലാവർക്കും സൗകര്യമുള്ള ദിവസമാണ്. എന്താ അപ്പം നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗായത്രി മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഗായത്രി മഹാമന്ത്രം? ആചാര്യൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും, എങ്കിലും എന്നെ വിളിച്ചു വരുത്തിയത് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനായിട്ടാണ്. അപ്പോൾ വേദമന്ത്രങ്ങളിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളൊരു മന്ത്രമായിട്ടാണ് ഗായത്രി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഋഗ്വേദത്തിലാണ് ഗായത്രി ആദ്യമായിട്ട് ലിഖിത രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് അനാദികാലം മുമ്പേ ഈ ഗായത്രി ഈ ലോകത്തെ അനുഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു. വേദമാതാവ് എന്നാണ് ഈ ഗായത്രി മന്ത്രത്തെ പറയുന്നത്. എന്ന് വെച്ചാൽ വേദങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട് എന്നർത്ഥം. വേദങ്ങളെ മുഴുവൻ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നവൾ, വേദങ്ങളുടെ മുഴുവൻ ആശയത്തെയും പ്രസവിക്കാൻ കഴിവുള്ളവൾ, വേദസാരം ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നവൾ. ആ ഗായത്രി മഹാമന്ത്രം ജപിച്ചാൽ തന്നെ നിങ്ങൾ വേദം മുഴുവൻ ചൊല്ലിയതിൻ്റെ ഫലം ലഭിക്കുന്ന കൂടിയാ പറയുക. അതുകൊണ്ടാണ് ഇതിന് വേദമാതാവ്. 3 വേദങ്ങളുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ 4 വേദങ്ങളുടെയും സ്വരൂപമാണ് ഗായത്രി. ആ ഗായത്രി വിശ്വാമിത്ര മഹർഷിയാണ് ദർശിച്ചത് എന്ന് പറയും. അതുകൊണ്ട് ആ ഗായത്രിയുടെ ഋഷി ആരാണ്? വിശ്വാമിത്രൻ. ലോകത്തിന്റെ മുഴുവൻ ബന്ധുവാണ് അദ്ദേഹം. അതുകൊണ്ട് ലോകത്തിലേക്ക് വേണ്ടി സംഭാവന ചെയ്ത അദ്ദേഹത്തിന്റെ ദർശനം, അതാണ് ഈ മഹത്തായിട്ടുള്ള ഗായത്രി മന്ത്രം. ഗായത്രി എന്നത് ഒരു ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, വൃത്തം എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ? വൃത്തം എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിൻ്റെ മീറ്റർ എന്ന് പറയും. ആ എന്താ പറയുക, പദനിബദ്ധമായിരിക്കുക, അക്ഷരങ്ങൾ കൃത്യമായിട്ട് വിന്യസിച്ചുകൊണ്ട് ഒരു ശ്ലോകമോ മന്ത്രമോ ഉണ്ടാക്കിയാൽ പിന്നത് അതാണ് അതിൻ്റെ ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അതിൽ ഒരു അക്ഷരം കൂട്ടിച്ചേർക്കാനോ ഒരു അക്ഷരം കുറയ്ക്കാനോ ആർക്കും ആവില്ല. ഛാദയതീതി ഛന്ദഃ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്യുന്നത് എന്നാണ്. ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, മറയ്ക്കുക എന്നാണ് അർത്ഥം. കവർ ചെയ്യും. നമ്മളിപ്പോൾ വസ്ത്രം കൊണ്ട് നമ്മുടെ ശരീരത്തെ രക്ഷിച്ചിരിക്കുന്നത് പോലെ ഈ ഗായത്രി എന്ന ഛന്ദസ് കൊണ്ട് ഈ മഹാഗായത്രി മന്ത്രം രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഇത് അന്ന് വിശ്വാമിത്രൻ എങ്ങനെ ചൊല്ലിയോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു അക്ഷരം ആർക്കും കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. അപ്പോ 8 അക്ഷരങ്ങൾ വീതമുള്ള 3 വരികളാണ് ഈ ഗായത്രി എന്നുള്ള ഛന്ദസ്. 3 പാദങ്ങൾ. 4ാമത്തെ പാദം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് അവ്യക്തമാണ്, അത് ഗൂഢമാണ്. അത് ചൊല്ലാതെ തന്നെ അത് ഈശ്വരനെ ധ്യാനിക്കാനുള്ളതാണ്. മറ്റുള്ള ശ്ലോകങ്ങളിലൊക്കെ 4 പാദങ്ങൾ ഉണ്ടാവും അല്ലെ? 4 വരിയാവുമ്പോഴേ ഒരു ശ്ലോകം എന്ന് നമ്മൾ പറയുള്ളൂ. ഇവിടെ ഈ ഗായത്രി മന്ത്രത്തിൽ 3 പാദങ്ങളേ ഉള്ളൂ. 4ാമത്തെ പാദം അത് ഗൂഢമാണ്, അത് ധ്യാനത്തിനുള്ളതാണ്, ഈശ്വര ധ്യാനം. കാരണം 4ാമത്തെ പാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരബ്രഹ്മ തത്വമാണ്. തുരീയം എന്ന് പറയുന്ന ആ തത്വമാണ്. തുരീയം എന്ന് പറഞ്ഞാൽ 4ാമത്തേന്ന് ആണ് വാക്കിന്റെ അർത്ഥം. അതാണ് പരബ്രഹ്മം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിരിക്കുന്നത്. അപ്പൊ ഈ 3 പദങ്ങളെ 3 വരികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതോ അത് ഈ 3 ലോകങ്ങളും. അത് തന്നെയാണ് വ്യാഹൃതികളായിട്ട് ഭൂർഭുവ സ്വഹ എന്ന 3 വ്യാഹൃതി എന്ന് പറഞ്ഞാൽ അത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെയുള്ള 3 ലോകങ്ങളെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഭൂ എന്നതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമി, ഭുവഹ എന്നുള്ളത് കൊണ്ട് അധോലോകങ്ങളെ മുഴുവനും, സ്വഹ എന്നുള്ളത് കൊണ്ട് ഊർധ്വലോകങ്ങളെ മുഴുവനും. അപ്പൊ ഏതൊരു 3 ലോകങ്ങളെയാണോ
ഭഗവാന്റെ ശരീരമായി പറയപ്പെടുന്നത്. ഭഗവാൻ വാമനനായി അവതരിച്ച് ത്രിവിക്രമനായി, അവിടെ ത്രിവിക്രമൻ എന്നാ പറയണം. ത്രിവിക്രമൻ എന്നാൽ 3 ലോകങ്ങളും വ്യാപിച്ചവൻ എന്നാണ്. ഈ 3 ലോകങ്ങൾ ഭൂർഭുവ സ്വഹ എന്നുള്ള 3 ലോകങ്ങളാണ്. അപ്പൊ ഈ 3 ലോകങ്ങളും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് വിശ്വരൂപമായി വിരാട് പുരുഷൻ എന്നൊക്കെ പറയുന്നത്. ആ വിരാട് പുരുഷൻ മാത്രമല്ല ഈശ്വരന്റെ ഭാവം. വിരാട് പുരുഷൻ എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഭാവം, ഏറ്റവും സ്ഥൂലമായതിനാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഈശ്വരൻ അതിനും അതീതമാണ്. അതാ പുരുഷ സൂക്തം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാം. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പറയും. അവന്റെ പാദമാണ് ഈ വിശ്വമായി ഭവിച്ചിരിക്കുന്നത്. ആ വിരാട് പുരുഷന്റെ അല്ലെങ്കിൽ നാരായണന്റെ അവന്റെ 1/4 ഭാഗം ഇതിനെ അതിക്രമിച്ചിരിക്കുന്നു. ഈ ലോകങ്ങളെയെല്ലാം അതിക്രമിച്ച് അവ്യക്തമായിരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭൂർഭുവ സ്വഹ എന്നുള്ളതിന്റെ വ്യാഖ്യാനം തന്നെയാണ് 3 പാദങ്ങൾ. തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്നുള്ള ആ 3 വരികൾ അഥവാ 3 പാദങ്ങൾ ഈ പറഞ്ഞ 3ന്റെയും വ്യാഖ്യാനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ വ്യാഹൃതിയാണ്? അത് ഓം എന്ന് ആദ്യം പറഞ്ഞു അല്ലെ. ഓം എന്നാൽ ആ പരബ്രഹ്മ ചൈതന്യം, പരമാത്മതത്വം. അതിനെ ഏറ്റവും ചുരുങ്ങിയ ശബ്ദം കൊണ്ട് നമ്മളെ ധ്വനിപ്പിക്കുകയാണ് ഓം എന്ന ശബ്ദം. ഓമിലെല്ലാം അടങ്ങി. ഓം എന്ന പ്രണവ മന്ത്രത്തില് സകല മന്ത്രങ്ങളും സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും അടങ്ങി, എല്ലാ ഈശ്വരന്മാരും അടങ്ങി. ആദ്യം ലോകത്തിലുണ്ടായ സൃഷ്ടിയാണ് ശബ്ദം. ആ ശബ്ദത്തിലെ ആദ്യത്തെ ശബ്ദമാണ് ഓം എന്നത്. അത് തന്നെയാണ് ഇപ്പോഴും എല്ലായിടത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ദൂരത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ വ്യക്തമാവില്ല. എന്ത് കേൾക്കാം? ഒരു മുഴക്കം മാത്രം കേൾക്കാം, ഓം എന്ന്. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെ ചലനങ്ങളും ആ ഒരു ഓംകാരത്തെ മുഴക്കിക്കൊണ്ടാണ്. എല്ലാ നക്ഷത്രങ്ങളും ഭൂമിയും സൂര്യനും ഒക്കെ കറങ്ങുമ്പോൾ ഈ ഓംകാരം ഉണ്ടാകുന്നത്. അപ്പൊ ഓംകാരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നത്. അപ്പൊ ആ ഓംകാരത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് ഈശ്വര തത്വത്തെ പ്രകാശിക്കും. അപ്പൊ നമ്മൾ വെറും ഒരു ഓം എന്ന് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ തന്നെ ഈശ്വരനോട് കണക്റ്റഡായി, ഈശ്വരനെ ബന്ധപ്പെടുകയാണ്. ഈശ്വരനുമായിട്ട് നമുക്ക് നേരിട്ട് ഒരു വാക്കും ഈശ്വരനെ കുറിച്ച് അറിയില്ലെങ്കിലും ഈ ഓം എന്നത് മാത്രം മതി ഈശ്വരനുമായിട്ട് ബന്ധപ്പെടാനായിട്ട്. കാരണം ഈശ്വരന്റെ ഏറ്റവും എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു മന്ത്രമാണ് ആ പ്രണവം എന്നുള്ള ഓംകാരം. അതിന്റെ ഒരു വ്യാഖ്യാനമാണ് ഈ ഗായത്രി. ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അപ്പൊ കുറച്ചുകൂടി ആ ഓംകാരത്തെ ഒന്നുകൂടെ വിപുലമാക്കി തന്നു. ഈ 3 ലോകങ്ങളായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ 3 ലോകങ്ങളെ ആരാണ് പ്രസവിച്ചത്? ആ ചൈതന്യത്തെയാണ് എന്ത് പറയുന്നത്? സവിതാവ് എന്ന് പറയുന്നത്. സവിതുഹു എന്ന് പറയുന്നില്ലേ? തത് സവിതുഹു വരേണ്യം. ആ സവിതുഹു എന്ന് സവിതാവിന്റെ എന്നാ പറയുന്നത്. സവിത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രസവിത, പ്രസവിച്ചവൻ എന്നാണ്. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുക. എന്തിനെ ജനിപ്പിച്ചു? ഈ ലോകങ്ങളെ മുഴുവൻ ജനിപ്പിച്ചു. അതിന്റെ ഏറ്റവും ഒരു ഉദാത്തമായിട്ടുള്ള ഒരു പ്രതീകമാണ് സൂര്യൻ. ആ പരബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. കാരണം നമുക്ക് എവർ അവൈലബിൾ ആണ്, എന്നും നമുക്ക് ദൃഷ്ടിഗോചരനാണ് ആര്? സൂര്യൻ. ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സൂര്യന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ ഭൂമിയില് ഒന്നുമില്ല, ഭൂമിയേ ഇല്ല. ഭൂമി പോലും സൂര്യന്റെ ഒരു ചെറിയ അംശത്തിൽ നിന്നുണ്ടായതാണ്. നവഗ്രഹങ്ങളും അതിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അത് ആരുടെ അനുഗ്രഹമാണ്? സൂര്യന്റെ അനുഗ്രഹമാണ്. സൂര്യപ്രകാശമില്ലെങ്കിൽ ഭൂമിയിൽ അന്നമുണ്ടാകുമോ? സസ്യജാലങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ സാധിക്കുമോ? ആ പ്രകാശ സംശ്ലേഷണം കൊണ്ടല്ലേ സസ്യജാലങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട അന്നം ഉണ്ടാക്കുന്നത്. ആ സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ വായു സഞ്ചരിക്കുന്നത്, നമുക്കൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നത്, സകല ജീവരാശികളും നിലനിൽക്കുന്നത്. അപ്പൊ ഈ ലോകത്തെ, ഈ ഭൂമിയെ, നവഗ്രഹങ്ങളെ
ഒക്കെ പ്രസവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവും പിതാവുമാണ് ആര്? സൂര്യ ഭഗവാൻ. നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഈശ്വരനാണ് സൂര്യ. ആ സൂര്യ ഭഗവാനെ വേണ്ട പോലെ മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കണം. ആ സൂര്യഭഗവാനിലൂടെ സൂര്യഭഗവാനും കാരണഭൂതനായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ കാണണം. സൂര്യനെ നാരായണനായി കാണണം. സൂര്യനാരായണായ നമഃ. അതുപോലെ എല്ലാം നാരായണൻ തന്നെയാണ്. ചന്ദ്രനാരായണായ നമഃ, അഗ്നി നാരായണായ നമഃ, വായു നാരായണായ നമഃ, ആകാശ നാരായണായ നമഃ. അതാണ് ഇപ്പോൾ കുറച്ചു മുമ്പേ ഒരു മന്ത്രത്തിൽ ചൊല്ലിയത്, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അത് ആരോടാ പറയണത്? നമസ്തേ വായോ. അല്ലയോ വായോ, വായുദേവ, അങ്ങേക്ക് നമസ്കാരം. അങ്ങ് തന്നെയാണ് പ്രത്യക്ഷനായ ഈശ്വരൻ. അങ്ങില്ലെങ്കിൽ ഞങ്ങളില്ല. ഉണ്ടോ? അപ്പൊ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യം അങ്ങാണ്. അപ്പോ ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണനായ ആ പരബ്രഹ്മതത്വം, ഓംകാരം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ആ പരബ്രഹ്മതത്വം, അത് തന്നെയാണ് ഈ മൂന്ന് ലോകങ്ങളുമായി പ്രകാശിക്കുന്നത്. ഈ മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യ ഭഗവാനായും ആ പരബ്രഹ്മം തന്നെയാണ്. അപ്പൊ ആ സവിതാവിന്റെ ആ ഭർഗഃ, ഭർഗഃ എന്ന് പറഞ്ഞാൽ തേജസ്, ചൈതന്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അത് ജ്ഞാനം എന്നും അർത്ഥമാണ്. തേജസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തേജസ് ഉള്ളവരെ ആക്കുന്നത് എന്താ? നമ്മുടെ ജ്ഞാനമാണ്. അപ്പൊ ബ്രഹ്മജ്ഞാനം തന്നെയാണ് അവിടുത്തെ ഭർഗഃ. ആ ഭർഗഃ, അതിനെ ഞാൻ ധ്യാനിക്കുന്നു. ദേവസ്യ ഭർഗഃ ധീമഹി. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാരും കൂടി. ധീമഹി എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. വയം ധീമഹി. വി മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് ബ്രില്യൻസ്. ആ ബ്രില്യൻസ്, തേജസ് ആരുടെ? ദേവസ്യ, ആ പ്രകാശസ്വരൂപനായ സവിതാവിന്റെ. സവിതുഹു ദേവസ്യ ഭർഗഃ ധീമഹി. സവിതാവ് എല്ലാറ്റിനെയും പ്രസവിക്കുന്ന ആ ദേവന്റെ ആ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ തേജസ് ഞങ്ങളുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കട്ടെ. ദിയോ യോ നഃ പ്രചോദയ. നഃ ദിയഃ. നഃ എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഞങ്ങളുടെ എന്നർത്ഥം. നഃ ദിയഃ. ദിയഃ എന്നുള്ളത് ബഹുവചനം, ബുദ്ധികളെ. എന്റെ മാത്രം ബുദ്ധിയെ എന്നല്ല പറയണത്. മമ ബുദ്ധിം പ്രകാശയ എന്നല്ല പറഞ്ഞത്. നഃ ദിയഃ, നമ്മുടെ എല്ലാം. അപ്പൊ ഒരു സമഷ്ടി പ്രാർത്ഥന കൂടിയാണത്. നമ്മുടെ എല്ലാം ബുദ്ധികളെ അത് പ്രചോദിപ്പിക്കട്ടെ. പ്രചോദയാത്, പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ എന്താണ് ബുദ്ധി? നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ ഒരു ഫാക്കൽറ്റി, ഒരു ഉപകരണമാണ് ബുദ്ധി എന്നുള്ളത്. അത് മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല ശരീര സൗഷ്ഠവം ഉണ്ടായിട്ടോ, സൗന്ദര്യമുണ്ടായിട്ടോ, ധനമുണ്ടായിട്ടോ വല്ല കാര്യമുണ്ടോ? എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുന്നതാരാ? ബുദ്ധി. അത് നല്ല തെളിഞ്ഞ ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള അറിവുള്ള, ഞാനാരാണെന്ന് അറിവുള്ള, ഈശ്വരൻ ആരാണെന്ന് അറിവുള്ള ബുദ്ധിയാകുമ്പോഴേ അത് പ്രോപ്പറായുള്ളൂ. അപ്പൊ ഈ അറിവെല്ലാം നേടിയ ബുദ്ധി, ആ ബുദ്ധി വേണം നമ്മളെ നയിക്കാൻ, നമ്മുടെ ജീവിതത്തെ നയിക്കാൻ. അപ്പൊ ആ ബുദ്ധി ഉണർന്ന് പ്രകാശിക്കണം. എങ്ങനെയാണോ സൂര്യന്റെ സാന്നിധ്യത്തിൽ താമര വിരിയുന്നത്? സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിരിയ, സൂര്യൻ അസ്തമിച്ചാൽ താമര കൂമ്പും. അപ്പൊ അതേപോലെ ആ സൂര്യനെ, ആ ഈശ്വരനെ നമ്മൾ ധ്യാനിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ബുദ്ധിയാകുന്ന താമര വികസിച്ച് അത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് എനിക്ക് വേണ്ട അറിവെല്ലാം ഗ്രഹിക്കാനും അത് വേണ്ടതുപോലെ റീറ്റെയിൻ ചെയ്യാൻ, അഥവാ ആ അറിവിനെയെല്ലാം സൂക്ഷിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് വേണ്ടപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്കും തെളിഞ്ഞു വരാനും എൻ്റെ കരചരണങ്ങളിലൂടെ പ്രവർത്തിക്കുവാനുമുള്ളതായിട്ടുള്ള അനുഗ്രഹമുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ഭഗവാന്റെ പരമാത്മ സ്വരൂപനായ ഭഗവാന്റെ പ്രതിപുരുഷനാണ് നാരായണൻ, സൂര്യനാരായണൻ. ആ സൂര്യനാരായണനോട് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇത്. ചെറുപ്രായത്തിലേ അഭ്യസിക്കേണ്ടതാണ്. അതാണ് ആദ്യത്തെ ബ്രഹ്മോപദേശം എന്നാ പറയുക ഗായത്രി മന്ത്രോപദേശത്തിന്. കുട്ടികള് ഉപനയനം ചെയ്ത 6-7 വയസ്സിൽ ഉപനയനം ചെയ്ത് ആദ്യം ഉപദേശിക്കുന്ന മന്ത്രമേ ഈ ഗായത്രി മന്ത്രമാണ്. അതിന് ബ്രഹ്മോപദേശം, ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം.
അപ്പൊ വേദത്തെ ഉപദേശിക്കുന്ന ഗായത്രി മന്ത്ര ഉപദേശത്തിലൂടെയാണ്. അതിനെ നിത്യവും അനുസന്ധാനം ചെയ്യണം. ദിവസവും ഗായത്രിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 24 അക്ഷരം. അതിൻ്റെ ആയിരക്കണക്കിലുള്ള സംഖ്യകളായിട്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പണികളൊക്കെ ചുരുക്കമായിരുന്നു. അവര് അത്യാവശ്യം വേണ്ട ലളിത ജീവിതം നയിച്ചിരുന്നു. അതുകൊണ്ട് പണിയും കുറച്ച് ചെയ്താൽ മതി, അല്ലേ? ആവശ്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയെടുത്താൽ പോരെ. ഇന്നിപ്പോ നമുക്ക് ഈ ലോകം മുഴുവൻ ഒറ്റിപ്പിടിക്കണം. അപ്പൊ പിന്നെ ഓടുകയല്ലേ രാവിലെ എഴുന്നേറ്റ്, നെട്ടോട്ടവും കുറിയോട്ടവും ഓടിക്കൊണ്ടിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ? എന്തെങ്കിലും വെട്ടിപ്പിടിച്ചോ? ആകെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാ അന്യദുപാരമം വാ വിന്ദേത ഭൂയം തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ എന്ന് ഭാഗവതത്തിൽ വിതുരൻ മൈത്രേയ മഹർഷിയോട് പറയും. എല്ലാവരും സുഖത്തിനായി കൊണ്ട് ഓടി നടന്ന് പണിയെടുക്കണു. പക്ഷെ ആർക്കും സുഖം കിട്ടിയതായിട്ടോ ദുഃഖം മാറിയതായിട്ടോ കാണുന്നില്ല. ഇവർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട്